നമുക്ക് അലി അക്ബർ ഷായിലേക്ക് ഒന്ന് പോയി വരാം. കടവന്ത്ര സ്റ്റേഷനിൽ നിന്ന് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി, നമ്മൾ കേരളത്തെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ, പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ കുന്നുകൂടി കിടക്കുന്ന പാഴായ വാഹനങ്ങളാണ്. അവ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിൽ നിരത്തിലോടാമായിരുന്ന വാഹനങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള തിടുക്കമാണ് ഉദ്യോഗസ്ഥർ കാട്ടുന്നത്. അതിന് കമ്മീഷനാവാം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൈക്കൂലിയാവാം, ഇതൊക്കെ പല ആരോപണങ്ങളും വരുന്നുണ്ട്. പക്ഷേ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, പഴയ വാഹനങ്ങൾ നോക്കാൻ ആളില്ലാതെ കോർപ്പറേഷന്റെ മുറ്റത്ത് അനാഥപ്രേതമായി കിടക്കുന്നു. ഇതേ കാഴ്ചയാണ് പോലീസ് സ്റ്റേഷനിലും. അവിടെ നിയമ നടപടികൾ വേഗത്തിലാകുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ മുതലുകളാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനുകളിൽ പാഴായി കിടക്കുന്നത്, കൃത്യസമയത്ത് ലേലം ചെയ്യാതെയും. എന്താണ് കടവന്ത്ര സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകൾ, അലി അക്ബർ ഷാ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഒട്ടും വ്യത്യസ്തമല്ല കൊച്ചിയിലെ കാഴ്ചകൾ, എറണാകുളത്തെ കാഴ്ചകളും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗം എല്ലാം തന്നെ ഈ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ, ഒരു മാസം മുൻപ് വരെ. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് ആ റോഡ് പണിക്ക് വേണ്ടി ഈ വാഹനങ്ങൾ മാറ്റി ഈ തൊട്ടടുത്ത് GCDAയുടെ കോമ്പൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കാണുന്നത് GCDAയുടെ ഭൂമിയാണ്. ആ ഭൂമിയിലേക്കൊന്ന് കയറിയാൽ കാണുന്ന കാഴ്ചകൾ അത് വളരെ ഞെട്ടിക്കുന്നതാണ്, വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. 2 മാസത്തേക്ക് GCDA ഈ ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ റോഡ് പണി നടത്താൻ വേണ്ടി. ഇവിടെ കാണാം ഈ പല തരത്തിലുള്ള പല റേഞ്ചിൽ വരുന്ന കാറുകളും മറ്റും സ്കോർപിയോകളും എല്ലാം തന്നെ ഇവിടെ കെട്ടിക്കിടക്കുന്നു. വാഹനങ്ങളിൽ മരമൊക്കെ പിടിച്ച് കിളുത്ത് നിൽക്കുന്നത് കാണാം. വലിയ മരമൊക്കെ വാഹനത്തിന്റെ ബോണറ്റിനുള്ളിലൂടെ വളർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത്തരത്തിൽ ഈ ഭാഗത്തും നടക്കുന്നത്. ഇത് 12 വർഷം മുൻപ് പിടിച്ച വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ച് ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. ഈ ഉപയോഗശൂന്യമായി മാറിയ വാഹനങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേസിന്റെ നടപടികൾ പൂർത്തിയായാലും ഉടമസ്ഥർ തിരിച്ചെടുക്കാത്ത സാഹചര്യം. കാരണം ഇത് തിരിച്ചവർക്ക് കൊണ്ടുപോയിട്ടൊരു കാര്യവുമില്ല. ഇത് സ്ക്രാപ്പായി വിറ്റാൽ പോലും ഒന്നും കിട്ടാത്ത നിലയിലേക്കുള്ള സാഹചര്യത്തിലേക്ക് ഈ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടന്ന് നശിക്കുകയാണ്. തുരുമ്പെടുത്ത് ഈ വാഹനങ്ങൾ ഇവിടെ നിന്നും തൊട്ടാൽ കൈമുറിയുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനടിയിൽ നിറയെ ഇഴജന്തുക്കളും പാമ്പുകളും മറ്റു വലിയ തരത്തിലുള്ള ആളുകൾക്ക് അടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ ഭാഗം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചുവന്ന സ്വിഫ്റ്റ്, നമ്മൾ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോമ്പൗണ്ടിലേക്ക് എത്തിയ അതിഥി എന്ന് പറയുന്നത് ഈ ചുവന്ന സ്വിഫ്റ്റാണ്. ഇതിവിടെ കിടന്ന് ഈ കാണുന്ന മറ്റു വാഹനങ്ങളുടെ നിലയിലേക്കാകാൻ അധിക സമയമൊന്നും വേണ്ട. ഈ വെയിലും മഴയും കൊണ്ട് തുരുമ്പെടുത്ത് നശിച്ച് ഈ വാഹനം അനങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് ഈ കാണുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഉടനെ തന്നെ മാറും. ഈ ഭാഗത്ത് കാണാം ബൈക്കുകളുടെയും കാറുകളുടെയും ഒക്കെ നീണ്ട നിരയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമിയുടെ തൊട്ടപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ കൊണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 മാസത്തേക്കാണ് GCDA ഈ ഭൂമി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ 2 മാസ കാലയളവ് കഴിഞ്ഞാൽ, ഈ പ്രദേശത്തെ റോഡ് പണി പൂർത്തിയായാൽ ഈ വാഹനങ്ങളെല്ലാം വീണ്ടും നമ്മൾ ഈ കാണുന്ന പൊതുനിരത്തിലേക്ക്, ഈ റോഡിന്റെ വശങ്ങളിലേക്ക് എത്തേണ്ടതാണ്. വീണ്ടും അതിഗുരുതരമായ ഗതാഗത കുരുക്ക് ഈ ഭാഗത്ത് ഉണ്ടാകും. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട വാഹനങ്ങളെല്ലാം തന്നെ വീണ്ടും ഈ റോഡിലേക്ക് ഇറക്കേണ്ട സാഹചര്യം വരും. കാരണം 2 മാസത്തിന് ശേഷം ഈ ഭൂമി വിട്ടുകൊടുത്തേ മതിയാകൂ. എറണാകുളത്തെ എല്ലാ സ്റ്റേഷനുകളിലെയും കാഴ്ച ഇത് തന്നെയാണ്. പല സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വളരെ വൃത്തിയായി തന്നെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ മാസങ്ങൾ മാത്രമേ ഈ കാണുന്ന വൃത്തിയുള്ള കാഴ്ചയ്ക്ക് ആയുസുള്ളൂ. ഈ കാണുന്ന സ്ക്രാപ്പ് വാഹനങ്ങൾ, അനക്കാൻ കഴിയാത്ത ഈ തുരുമ്പെടുത്ത വാഹനങ്ങൾ മാസങ്ങൾക്കുള്ളിൽ ഈ റോഡുകളിലേക്ക് തിരിച്ചെത്തും. അതിഗുരുതരമായ ഗതാഗത കുരുക്ക് വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. അരുൺ, പ്രതി ജാമ്യം കിട്ടി പുറത്തു പോയാലും പ്രതി സഞ്ചരിച്ച വാഹനം അതൊന്നുകിൽ സർക്കാരിലേക്ക് കണ്ടുകിട്ടണം, കൃത്യമായ സമയത്ത് ലേലം ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാവണം. താങ്ക് യു അലി.